ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തെ മുഴുവൻ നടുക്കിയ കൊറോണ മഹാമാരിയുടെ നടുവിലും ഒരു വർഷം മുഴുവൻ നമ്മെ കാത്തുപരിപാലിച്ച ഈശോയ്ക്ക് നന്ദി പറയുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൽ നിന്നും തൻ്റെ തൂവലുകൾ കൊണ്ട് മറച്ചുകൊണ്ടും ചിറകുകളുടെ കീഴിൽ അഭയം ലഭിച്ചുകൊണ്ടും നമ്മെ സംരക്ഷിക്കുമെന്ന 91 സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനം അനുഭവിച്ചവരാണ് ഈ 2020 കാലഘട്ടത്തിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുന്ന നാം എല്ലാവരും. ഇന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തുപരിപാലിച്ച നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നന്ദി പറയുവാനായി പലയിടങ്ങളിലായിരിക്കുന്ന നാം ഒരേ ഹൃദയത്തോടെ ഒത്തുചേരുമ്പോൾ ഈ കൊറോണ മഹാമാരി മൂലം മരണമടഞ്ഞ എല്ലാവരെയും, ഇന്നും ഈ മഹാമാരി മൂലം വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സ്വീകരിച്ചിടും ഞാൻ പരിശുദ്ധ അമ്മയോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് കൈകൾ ഉയർത്തി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഞങ്ങളുടെ ഉറപ്പുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിച്ചു കൊതി തീരാതെ ജീവന്റെ അപ്പമായി ഞങ്ങളുടെ അടുത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ്, എത്രമാത്രം നന്മകളാണ് അവിടുന്ന് നമ്മോട് കാണിച്ചത്. ലോകം മുഴുവൻ ഭീതിയിലായിരുന്നപ്പോൾ ഭൂരിഭാഗം നേഴ്സുമാരും നെഞ്ചിലേറ്റിയ വചനമായിരുന്നു 91 സങ്കീർത്തനം 3 വചനം. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. എൻ്റെ ഈശോയെ,
അവിടുന്ന് ഞങ്ങളെ കരുതിയതിനെ ഓർത്ത്, നിന്റെ വിശ്വസ്തതയെ ഓർത്ത്. കർത്താവേ, രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘത്തൂണുമായി അവിടുന്ന് ഞങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ നയിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ എന്ത് നൽകും? സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു, രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും. 136 സങ്കീർത്തനം 1 വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്, അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുന്ന് എത്ര നല്ലവനാണ്. നാഥന്മാരുടെ നാഥനെ സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് സ്തുതിക്കുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ദൈവമേ, അവിടുത്തെ അത്ഭുതങ്ങളെയും അവിടുത്തെ വിശ്വസ്തതയെയും തിരിച്ചറിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവ്യകാരുണ്യ ഈശോയെ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജോലി മേഖലയിലേക്ക് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾ വഴി നടത്തിയതിനെ ഓർത്ത് കർത്താവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മണിക്കൂറുകളിൽ ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാരെയും ഹെൽത്ത് വർക്കേഴ്സിനെയും നിൻ്റെ കരുണയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ നഴ്സുമാരുടെ കരങ്ങളും ക്രിസ്തുവിൻ്റെ കരങ്ങളായി ഈ സമയത്ത് രൂപാന്തരപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നഴ്സുമാരുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മികമായ അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ പരിശുദ്ധമായ സ്നേഹാഗ്നി ജ്വാലയാൽ ഓരോ നഴ്സുമാരുടെ ഹൃദയങ്ങളും ഈ സമയത്ത് പിടിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ നഴ്സുമാരുടെ ഹൃദയങ്ങളും ഈ സമയത്ത് ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിയ 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 റിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചന പ്രകാരം പറയുന്നു: സ്വർണം അഗ്നിയിലൂടെ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചൂളയില് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരുമെന്ന്. ലോകം മുഴുവനുമുള്ള നഴ്സുമാര് ഈ പാൻഡമിക്കിനെതിരെ പോരാടുമ്പോൾ അവരുടെ കുടുംബം കടന്നു പോകുന്ന വലിയ സഹനങ്ങള്, അവിടെ ജീവിത പങ്കാളി, അവിടെ മക്കള്, അവിടെ മാതാപിതാക്കള്, ഇവരെല്ലാം കടന്നു പോകുന്ന മനോബന്ധകള് ഈ ദിവ്യകാരുണ്യ രൂപനായ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ക്വാറന്റൈനിൽ കഴിയുന്ന അവസ്ഥകള്, സ്വന്തം കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങള് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥകള്, സ്വന്തക്കാരുടെ വേർപെടലുകള്, അനേക നഴ്സുമാര് കോവിഡ് രോഗികളെ ശുശ്രൂഷിച്ചതിന്റെ ഫലമായിട്ട് കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന അവസ്ഥകള്, ഇതെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ ഈ നഴ്സുമാരുടെ കുടുംബം കടന്നുപോയാലും ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അപരിമേയമായ ശക്തി ഓരോ നഴ്സുമാരുടെ കുടുംബത്തിനും അങ്ങ് ഇതുവരെ നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനി വരുന്ന നാളുകളിലും
ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങൾ നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാൽ തളരുകയുമില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല എന്ന്. എല്ലാ നഴ്സുമാരുടെ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാല് ഈ നഴ്സുമാരുടെ കുടുംബങ്ങള് കടന്നു പോകുന്ന സഹനങ്ങള് വലിയ കൃപയുടെ നാളുകളായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്നും കർത്താവേ അനേകം തീജ്വാലകളായ മിഷൻ ഫാമിലീസിനെ അങ്ങ് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറിയാം ഗോറിയല ബോറിയല ബശീറിയല ബോറിത ഓരി ഖാറല ബോയല ബോശീറിയല ബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹിക്കുന്നു ഞാൻ കർത്താവേ, എല്ലാരെക്കാളും അങ്ങേ മാത്രം. ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ, അങ്ങ് വചനത്തിലൂടെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഹബബുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും എൻ്റെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കരുണവാനായ ഈശോയെ, ഈ കോവിഡ് അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, ഓരോ നഴ്സുമാരും അവരുടെ ശുശ്രൂഷ ജീവിതത്തിൽ നാളിതുവരെ അനുഭവിക്കാത്ത വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും കർത്താവെ, വലിയ തടസ്സങ്ങളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ ദൈവമേ നിന്നിൽ ആശ്രയിച്ച് രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള കൃപ എല്ലാ നഴ്സുമാർക്കും നീ കൊടുത്ത് അനുഗ്രഹിച്ച നിന്റെ ദിവ്യ സ്നേഹത്തെയോർത്ത് എൻ്റെ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ ഈശോയെ, എൻ്റെ പൊന്നീശോയെ, ഞങ്ങൾ ശുശ്രൂഷിച്ച രോഗികൾ കർത്താവെ, അവർ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളുടെ കൈകളിൽ എത്തിയത്. കർത്താവെ, അവർക്ക് കുടുംബങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, മക്കളായിട്ടൊരു ബന്ധവുമില്ല, മാതാപിതാക്കളായിട്ടൊരു ബന്ധവുമില്ല. അവർക്ക് ആശ്രയിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൈകൾ ഞങ്ങളുടെ കൈകൾ മാത്രമായിരുന്നല്ലോ തമ്പുരാനെ. കർത്താവെ, അവർക്കൊന്ന് ശ്വാസം പിടിച്ചു വിടുവാൻ ശക്തിയില്ലാതെ അവർ വലഞ്ഞപ്പോൾ കർത്താവെ ഈശോയെ, അവർക്ക് വിശ്വാസത്തിന്റെ വലിയ ശക്തി പകർന്നു കൊടുക്കുവാൻ ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും നീ ശക്തിപ്പെടുത്തേനി ഓർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ബന്ധനം ശക്തമാണേലും എന്റെ കണ്ണുകൾ അന്ധമാണേലും എന്റെ ബന്ധനം അതിശക്തമാണേലും എന്റെ കണ്ണുകൾ അന്ധമാണേലും എന്റെ പാദങ്ങൾ ഇപ്പോൾ കുഴികളിലാണേലും കർത്താവുണ്ടല്ലോ എന്നെ താങ്ങി ഉയർത്തിടുവാൻ. എന്റെ പാദങ്ങൾ ഇപ്പോൾ കുഴികളിലാണേലും കർത്താവുണ്ടല്ലോ എന്നെ താങ്ങി ഉയർത്തിടുവാൻ. കാരുണ്യവാനായ ഈശോയെ, വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പെട്ടെന്നുള്ള മരണത്തിലൂടെ ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ട മക്കൾ,
ഈശോയെ അവരനുഭവിക്കുന്ന ഏകാന്തതയെയും നിരാശയെയും ഭയത്തെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 19, 25, 27 വചനം ഇപ്രകാരം പറയുന്നു: എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവിടുന്ന് അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. സ്നേഹപിതാവേ, ജോബിനെ പോലെ പ്രതീക്ഷയറ്റ ഈ സാഹചര്യങ്ങളിൽ, സങ്കീർണമായ പ്രതികൂല സാഹചര്യങ്ങളിലും അപ്പാ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവമേ അങ്ങയോടുള്ള പ്രത്യാശയിൽ ചേർന്ന് നിൽക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെ വചനത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങ് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാലയങ്ങളാക്കി മാറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. ആകയാൽ നമ്മളാരും മനോധൈര്യം അസ്തമിച്ച് ദൈവസന്നിധിയിൽ സങ്കടപ്പെടാതെ നമുക്ക് വേണ്ടി സഹിച്ച ഈശോയെ ഓർത്തുകൊണ്ട് വിശ്വാസത്തിൽ ഈശോയോടൊപ്പം നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യജീവനെ ലക്ഷ്യമാക്കി മുന്നേറാം. അതിനുള്ള വലിയ കൃപ ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൊന്നു തമ്പുരാനെ, നിന്റെ കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ചാരമായാലും ഞാൻ ചാടി നിന്നവർ വീണുപോയാലും എൻ്റെ കൺമുൻപിൽ വാതിലടഞ്ഞു പോയാലും കർത്താവെ തേടും എനിക്കൊരു വാതിൽ തുറന്നിടും. യേശയ്യ 30:20 പ്രകാരം വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. കർത്താവെ, രോഗികളിൽ നിന്നെ ദർശിക്കുവാനായിട്ട് അവിടുന്ന് തന്ന ദിവസങ്ങളും മാസങ്ങളുമാണല്ലോ കർത്താവെ കടന്നുപോയത്. സങ്കടങ്ങളിലായിരുന്നവരുടെ അടുത്തേക്ക് സന്തോഷമായിട്ട്, പ്രത്യാശയില്ലാത്തവരുടെ അടുത്തേക്ക് പ്രത്യാശയായിട്ട്, പരിഭവങ്ങളുമായി ഒറ്റപ്പെട്ടിരുന്നവരുടെ അടുത്തേക്ക് പ്രാർത്ഥനയായിട്ട് കടന്നു ചെല്ലുവാനായിട്ട്, ഈശോയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംരംഭിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന് അരുളി ചെയ്ത വചനം രോഗികൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, ഭയപ്പാടിലിരുന്ന രോഗികളുടെ അടുത്തേക്ക് കർത്താവെ കടന്നു ചെല്ലുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത കൃപയ്ക്കായിട്ട് ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് കർത്താവെ. എന്നിരുന്നാലും പൊന്നു തമ്പുരാനെ, അവിടുന്ന് ആ നിമിഷം നേഴ്സുമാരിലൂടെ കർത്താവെ ഈ ലോകത്തിലേക്ക് എത്രമാത്രം കൃപകൾ ചൊരിഞ്ഞു കർത്താവെ. അങ്ങേക്ക് പകരക്കാരായി അവിടുന്ന് ഞങ്ങളെ പറഞ്ഞയച്ചല്ലോ ഈശോയെ. ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ്റെ മൂല്യം തിരിച്ചറിയുവാനായിട്ട് കർത്താവെ അവിടുന്ന് തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ.
അധ്യായം 3:16-17 തിരുവചന പ്രകാരം പറയുന്നു, ഇസ്രായേൽ രാജാവായ ദൈവം നിന്റെ മധ്യേയുണ്ട്. ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. ഇസ്രായേലിന് പറയുക, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട് എന്ന്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ കുടുംബത്തിലേക്കും ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി ഒഴുകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ കുടുംബത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈശോയെ, 2020 വർഷത്തിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത്, അവസരത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഓർക്കുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള വാഗ്ദാന വചനങ്ങളെ ഓർക്കുകയാണ്. യോഹന്നാൻ 14:1 അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു, ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. മത്തായി 28:18 ഞങ്ങളെ ഓർമ്മിപ്പിച്ചു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണല്ലോ, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. ഈശോയെ, ഈ 20 വർഷം ഞങ്ങൾ അതിൻ്റെ അവസാനത്തിൽ ഇരിക്കുന്ന ഈ അവസരത്തിൽ അവിടുത്തെ വാഗ്ദാന പ്രകാരം പല വിധത്തിലുള്ള ക്ലേശങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, കൊറോണ വൈറസിനെ കുറിച്ചുള്ള ആകുലതയിലൂടെ, ഭയത്തിലൂടെ കടന്നുപോയപ്പോഴൊക്കെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് അങ്ങ് വഴി നടത്തി. അവിടുത്തെ വാഗ്ദാന പ്രകാരം ഞങ്ങൾക്ക് ശക്തി പകർന്നു തന്നു, ധൈര്യം പകർന്നു തന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ആഴപ്പെടുത്തി. ഈ കടന്നു പോകുന്ന വർഷത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള നന്മകളെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെയും കുറവുകളെയും ഓർത്ത് അനുദപിച്ച് അവിടുത്തെ മുന്നിൽ ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന പുതിയ വർഷത്തിലെ 2021 അവിടുത്തെ കരങ്ങൾ പിടിച്ച്, അവിടുത്തെ വാഗ്ദാനങ്ങൾ വിശ്വാസമർപ്പിച്ച്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗരേഖകൾ അനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ആ സഹായത്തിനായി ഞങ്ങൾ കേഴുന്നു. ഞങ്ങളെ തന്നെ പരിപൂർണമായി ഈ കടന്നു പോകുന്ന വർഷത്തിലുണ്ടായിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്തും ഞങ്ങളുടെ വീഴ്ചകളെ ഓർത്തും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിരവധിയായിട്ടുള്ള നന്മകളെ ഓർത്തും ഞങ്ങൾ പുതിയ വർഷം അങ്ങയുടെ സന്നിധികൾ സമർപ്പിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോ നമുക്ക് പകർന്നു നൽകിയ പ്രത്യാശയും സ്നേഹത്തെയും ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. അങ്ങനെ സങ്കീർത്തനം 43, 44 അധ്യായങ്ങളിലെ സങ്കീർത്തകൻ്റെ പ്രാർത്ഥന നമുക്കും ആവർത്തിക്കാം. എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ അധരങ്ങളിൽ ദൈവസ്തുതികളുമായി ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഈ 2020 വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പുൽക്കൂട്ടിലെ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.